Hi dears, welcome back to our channel. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ചെയ്യുന്ന നല്ല ഭംഗിയുള്ള ഒരു സെറ്റ് പാദസരമാണ്. അപ്പോൾ പാദസരം ചെയ്യുന്നത് മെറ്റീരിയൽസ് നോക്കാം. അതിന് മുന്നായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ മെറ്റീരിയൽസ് ഇതൊക്കെയാണ്. ഗീർ വയറാണ് മെയിനായിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ കുഞ്ഞു ബീഡ്സ് 2mm സൈസ്, പിന്നെ റിങ്, ഹുക്ക്, പിന്നെ ചക്കിരി ഫ്ലവർ ഷേപ്പ് റൗണ്ടുള്ള കുഞ്ഞു ചക്കിരിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ലോറിയൽസ്, അതും വൈറ്റ് കളർ ബീഡ്സിൻ്റെ ലോറിയൽസ് ആണ്. പിന്നെ ഗിയർ ലോക്ക്, പിന്നെ ടൂൾസാണ് കട്ടർ, പ്ലെയർ. അപ്പോൾ ഇത്രയും മെറ്റീരിയൽസാണ് നമുക്ക് ഇന്ന് ആവശ്യം. അപ്പോൾ ഇനി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഗിയർ വെയർ കട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ എത്രത്തോളം ലെങ്ത് ആണോ പാദസരത്തിന് വേണ്ടത് അത് കണക്കാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ എൻ്റെ കാലിൻ്റെ അളവിലുള്ള ലെങ്ത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതിനുശേഷം ഗിയർ ലോക്ക് എടുക്കുക, ഗിയർ വയറിലോട്ട് കോർക്കാം. നമ്മൾ ജംപറിംഗ് ആണ് ഫസ്റ്റ് ഒരു സൈഡിൽ കോർക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജംപറിംഗ് എടുത്ത് കോർക്കാം. അപ്പോൾ ഗിയർ ലോക്ക് കോർത്ത ശേഷം നമ്മൾ ജംപറിംഗ് കോർക്കുന്നു. വീണ്ടും ഈ ഗിയർ വയർ എടുത്ത് നമ്മൾ ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെ വലിച്ച് ടൈറ്റ് ചെയ്യാം. അപ്പോൾ ഗിയർ ലോക്ക് യൂസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ലോക്ക് ചെയ്യുന്നത് നിറയെ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്, എങ്കിലും ഒന്നിൽ കൂടി ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ലോക്ക് ചെയ്യുമ്പോൾ ഇത് കുറച്ചിങ്ങനെ ഫ്രീ ആയിരിക്കണം, എങ്കിൽ അത് കുറച്ച് ലൂസായിരിക്കുന്ന പോലെ വെച്ചിട്ട് വേണം നമ്മൾ ടൈറ്റ് ചെയ്യാൻ. ഒരുപാട് ജംപറിങ്ങിനോട് ചേർത്ത് ടൈറ്റ് ചെയ്യാൻ പാടില്ല. പ്ലെയർ യൂസ് ചെയ്തിട്ടൊന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ അതവിടെ ടൈറ്റായി ഇരുന്നോളും. അപ്പോൾ നമ്മളിവിടെ ഒരു ഭാഗത്ത് വട്ടക്കണ്ണി കോർത്ത്, വട്ടക്കണ്ണി സാധാരണ നമ്മൾ അകത്തുമല്ലോ ജംപറിങ്, ഇത് അകത്താൻ പറ്റില്ല, ക്ലോസ്ഡ് ആണ്, അത് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ടൈപ്പാണ്. പാദസരങ്ങൾക്ക് അങ്ങനെയുള്ള ജംപറിങ് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന സമയത്ത് അതിങ്ങനെ വലിയ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങനെ തനിയെ അകന്ന് വരും. അപ്പോൾ അതിനുശേഷം നമ്മളിവിടെ എടുത്തിരിക്കുന്ന വൈറ്റ് കളർ മുത്ത് കോർക്കുക, പിന്നെ ചക്കിരി കോർക്കാം. ചക്കിരി കുഞ്ഞ് ചക്കിരിയാണ് എടുത്തിരിക്കുന്നത്, അതായത് 2mm സൈസ് മുത്തിന് മാച്ച് ആകുന്ന പോലെ ആ ഒരു റൗണ്ട് ഷേപ്പ് വരുന്ന സൈസിലുള്ള ചക്കിരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 3 വെള്ള മുത്തും 3 ചക്കിരിയും കോർത്ത്, ഒരു മുത്ത് ഒരു ചക്കിരി, ആ ഓർഡറിലാണ് 3 കോർത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ലോറിയൽസ് കോർക്കാം. ലോറിയൽസ് ഞാൻ 3 ഒരവിടെ കോർക്കുന്നത്. ഇത് 3 വേണ്ട, 1 മതിയെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ അങ്ങനെയും കോർക്കാം. വീണ്ടും നമ്മൾ ഒരു മുത്ത് ഒരു ചക്കിരി, ഒരു മുത്ത് ഒരു ചക്കിരി, അങ്ങനെ 3 മുത്തും 3 ചക്കിരിയും കോർത്തിട്ട് ഇപ്പോൾ കോർത്ത പോലെ തന്നെ 3 ലോറിയൽസ് കോർക്കുകയാണ്. ഈ ലോറിയൽസ് എങ്ങനെ ഉണ്ടാക്കണ്ടേ എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് റെഡിമെയ്ഡായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഈ ഓർഡറിൽ നമുക്ക് കോർത്തിട്ടുണ്ട്. 3 മുത്ത്, അത് കഴിഞ്ഞാൽ 3 ലോറിയൽസ്, ഈ ഓർഡറിലാണ് കോർത്തിരിക്കുന്നത്. ഇനി കുറച്ചുകൂടി ലെങ്ത്ത് വേണമെങ്കിൽ 3 മുത്തിന് പകരം 4 5 മുത്തൊക്കെ കോർത്ത ശേഷം ഇടയിലെല്ലാം ലോറിയൽസ് കോർക്കാം. അല്ലെങ്കിൽ ഓരോ മുത്ത് കഴിഞ്ഞാലും ഓരോ ലോറിയൽസ് വെച്ചിട്ടും കോർക്കാം. അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ കൂടുതൽ ഭംഗി തോന്നുന്നു അങ്ങനെയെല്ലാം ചെയ്യാം. അപ്പോൾ ഇതൊരു മെത്തേഡ് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 3 മുത്ത് ഇങ്ങനെ കോർത്ത് ഈ ഓർഡറിൽ കംപ്ലീറ്റ് ആയിട്ട് കോർത്തെടുത്തു. അപ്പോൾ ആദ്യം തന്നെ ഒരു വട്ടക്കണ്ണി കോർത്തിട്ടുണ്ട്, അതേപോലെ നമ്മൾ മറ്റേ ഭാഗത്തു കൂടി ഒരു വട്ടക്കണ്ണി കോർക്കണം. അതിനുശേഷമാണ് നമ്മൾ ഹുക്ക് ഈ 2 വട്ടക്കണ്ണിയിലും കോർക്കുന്നത്. അപ്പോൾ ഈ വട്ടക്കണ്ണി കോർക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഗിയർ ലോക്ക് കോർത്തു. വീണ്ടും ഒരു ജംപറിങ് അതിലോട്ട് കോർത്ത ശേഷം ഈ വയർ എടുത്തിട്ട് ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെ ഇട്ട് വലിച്ച് നല്ല ടൈറ്റ് ചെയ്ത ശേഷം പ്ലെയർ യൂസ് ചെയ്തിട്ട് പ്രസ് ചെയ്ത് നമുക്കവിടെ ലോക്കാക്കി വെക്കാം. അപ്പോൾ സെയിം പ്രൊസീജിയർ തന്നെയാണ്, ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയുള്ളൊരു പാദസരമാണ്. നമ്മൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എക്സ്ട്രാ വരുന്ന വയറും ഈ മുത്തിൻ്റെ ഉള്ളിലോട്ട് കുറച്ച് കയറ്റി വെച്ചാൽ മതി. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മുത്ത് കുറച്ച് ലൂസായിരിക്കുന്ന പോലെ കുറച്ച് ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ട് വേണം ഗിയർ ലോക്ക് ലോക്ക് ചെയ്യാൻ. ഒരുപാട് വലിച്ച് നല്ല ടൈറ്റാക്കി ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ മുത്തൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇടുന്ന സമയത്ത് ഈ ലോറിയൽസ് എല്ലാം മുകളിലോട്ട് ഇങ്ങനെ തിരിഞ്ഞിരിക്കും, മുകളിൽ വന്ന് നിൽക്കും. അത് കുറച്ച് ലൂസാണെങ്കിൽ മാത്രമേ അതിന് താഴോട്ട് വന്ന് നിൽക്കാനുള്ള, ഒത്തിരി ഫ്രീ ആയിട്ടിരിക്കാനുള്ളൊരു സ്പേസ് വേണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു മുത്തിനുള്ള സ്പേസ് എല്ലാം വിട്ടിട്ട് വേണം ഈ ഗിയർ ലോക്ക് നമുക്ക് ലോക്ക് ചെയ്യാൻ. അപ്പോൾ ലോക്ക് ചെയ്ത ശേഷം ഈ എക്സ്ട്രാ വരുന്ന വയറുണ്ടല്ലോ, ഒരുപാട് ലെങ്ത് ഉണ്ടെങ്കിൽ കുറച്ച് കട്ട് ചെയ്ത് കളയാം. കുറച്ചൊക്കെ ആകുമ്പോൾ ലാസ്റ്റ് നമ്മൾ ഈ മുത്തിൻ്റെ ഇടയിലൂടെ കോർത്ത് വെക്കാം. ഈ 3 മുത്തിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഒന്ന് കോർത്ത് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ വെളിയിലോട്ട് വരില്ല. നല്ല വലിച്ച് ടൈറ്റ് ചെയ്ത ശേഷം ഈ എക്സ്ട്രാ വരുന്ന വയർ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ പാദസരത്തിൻ്റെ ഇവിടെ മെയിൻ ബോഡി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു ഹുക്ക് കൂടി കോർക്കണം. അപ്പോൾ നമ്മുടെ കിലുക്ക് ഉള്ളത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുത്തുള്ള ഹുക്ക് വാങ്ങിക്കാൻ കിട്ടും. പാദസരത്തിൻ്റേത് എന്ന് പറഞ്ഞിട്ട് തന്നെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇത് സിമ്പിളായിട്ട് മാലയ്ക്കെല്ലാം നമ്മൾ ബ്രേസ്ലെറ്റെല്ലാം ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന ഹുക്കാണ്. ഇതാകുമ്പോൾ നമുക്ക് വലിയവർക്കൊക്കെ അത് കിലുക്കും വേണ്ട എന്നുള്ളവർക്ക് ഇങ്ങനത്തെ ഹുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇങ്ങനെ മണിയുള്ള ഹുക്ക് തന്നെ നമുക്ക് വാങ്ങിച്ചിട്ട് പാദസരത്തിൽ കോർക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പാദസരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ട് എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പാദസരമാണ്. ഗിയർ വയർ ഇല്ലെങ്കിൽ ഗിയർ വയറിന് പകരം നമുക്ക് സാധാരണ എങ്കാസ് ഉണ്ടല്ലോ, പ്ലാസ്റ്റിക് വയറോ അല്ലെങ്കിൽ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള കട്ടിയുള്ള നൂലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ പാദസരം ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ മറക്കരുത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസ് എല്ലാം എഴുതി അറിയിക്കുക.
പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കിടന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ അടിപൊളി ഡിസൈനായിട്ട് വരും. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.